ഹലോ, അനുപേട്ടൻ്റെ കല്യാണ റിസപ്ഷൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്തൊരു കല്യാണത്തിനാട്ടോ വന്നത്. ഇതും എൻ്റെ വീടിൻ്റെ അടുത്ത് വീട്ടിലത്തെ കല്യാണം തന്നെയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് വേറൊരു പണിയില്ല, ഇങ്ങനെ കല്യാണം കൂടുതൽ തന്നെയാണോ പണിയുള്ളൂ എന്ന്. ശരിയാണ് ഗൈസ്, എനിക്കിപ്പോൾ വേറൊരു പണിയില്ല, അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്ന കല്യാണങ്ങളൊക്കെ കൂടി ഇങ്ങനെ നടക്കുന്നേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ അവിടെ ഗസലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കല്യാണ വീട്ടിൽ ഗസലും കാര്യങ്ങളൊക്കെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ പറയുന്ന പാട്ട് അവർ ഗസൽ മാത്രമല്ലാതെ സിനിമാ സോങ്സും നമുക്ക് പാടിത്തരുന്നുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും അവരെ പാട്ടൊന്ന് കേട്ട് നോക്കുക. പിന്നെ നമ്മൾ അന്ന് അവിടുത്തെ ഫുഡൊന്നും കഴിക്കാൻ നിന്നിട്ടില്ല, കാരണം നമ്മുടെ വയറ് അത്യാവശ്യം ഫുള്ളായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം കല്യാണത്തിന് പോകാൻ കേട്ടോ. കണ്ണമാമ നേരത്തെ കല്യാണത്തിന് പോയതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം നമ്മൾ നടന്നാണ് പോകുന്നത്. ഡോറ പറയുന്ന പോലെ മലയും പുഴയും കാടൊക്കെ കാണ്ടി നമ്മളൊരു വിധത്തിൽ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. ഓഡിറ്റോറിയത്തിൽ എത്തിയപ്പോൾ നമ്മുടെ ഗ്യാങ്ങൊക്കെ അവിടെ ഉണ്ട്. എവിടെ ചെന്നാലും ഇവന്മാരവിടെ ആദ്യം ഹാജരായിട്ടുണ്ടാവും. നമ്മുടെ പിള്ളേർ സെറ്റ് എന്തൊക്കെയോ അമ്മൂനെ പറഞ്ഞ് ട്രോളുന്നുണ്ട്, അമ്മു തിരിച്ചും ട്രോളുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ എസ്തെറ്റിക് അപ്പോൾ പിന്നെയും വന്നിട്ടുണ്ട്. ഇവന് ഈ മുഖം പൊത്തലേ പണിയുള്ളൂ. അത് കഴിഞ്ഞ് അക്കായനെ കിട്ടിയപ്പോൾ ഞാൻ അവനും വെച്ചൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരാണെങ്കിൽ അവിടെ ആകെ വണ്ടറടിച്ചിരിക്കുകയായിരുന്നു. ബൈ നമ്മുടെ നക്ഷു നീ കല്യാണത്തിന് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവനെ നന്നായി മിസ് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേജൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര സിമ്പിളാണെങ്കിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതിൻ്റെ ഇടയിൽ ഇവിടെ ഓരോ ഡൗട്ടായിട്ട് വന്നിട്ടോ. ഇവളുടെ ഡൗട്ടിൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. അവസാനം നമ്മളടക്കം കൺഫ്യൂഷനായി പോകും. ഞാനിപ്പോൾ എന്തിനാ വന്നേന്നടക്കം ചിന്തിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബ്രൈഡും ഗ്രൂമൊക്കെ സ്റ്റേജും എത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ബഹളം തിരക്കും ഇപ്പോൾ ആ സ്റ്റേജുമ്പോൾ കാണാനുണ്ടല്ലോ. ഇത്ര നേരം ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവരവരെ മെയിൻ പരിപാടിക്ക് നടന്നിട്ടുണ്ട്, ഫോട്ടോഷൂട്ട്. ഇന്നത്തെ ദിവസം ഇവർക്ക് ഇതില്ലാതെ പറ്റില്ലല്ലോ. അങ്ങനെ അവരൊക്കെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കട്ടെ, നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിക്ക് കിടക്കാം. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഓഡിറ്റോറിയം ഫുൾ ആൾക്കാരായിരുന്നു കേട്ടോ. കണ്ടില്ലേ, സീറ്റൊന്നും കാലിയില്ല, എല്ലായിടത്തും ആൾക്കാരിരിക്കുന്നുണ്ട്. 1-2 സീറ്റൊക്കെ കാലിയുള്ളൂ. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഞാൻ കണ്ട ഈ ഫുഡ് കഴിക്കുന്ന സ്ഥലത്താണ് കേസ്. ഇത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ പകച്ചുപോയി. അതിന് 1.5 മണിക്കൂറിന് ഒന്നും തള്ളലിന് ശേഷം ഒരു സീറ്റ് ഞാൻ ഒപ്പിച്ചിട്ട് അവിടെ വന്നിരുന്നിട്ടുണ്ട്. ഇനിയൊരു നീണ്ട കാത്തിരിപ്പായിരുന്നു നമ്മുടെ ഫുഡിന് വേണ്ടിയിട്ടുള്ളത്. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും കാത്തിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ദൈവസ്നേഹം പോലെ നമുക്ക് ആദ്യം ആ ചേട്ടൻ കൊടുത്തത് നമ്മുടെ ചോറായിരുന്നു കേട്ടോ. എനിക്ക് ചോറ് കിട്ടിയാൽ മതി എന്നുള്ളതായിരുന്നു. ചോറ് കിട്ടിയാൽ നമ്മൾ ആദ്യം ഒരു കുഴി കുഴിച്ചിരിക്കണം. അങ്ങനെ കുഴി കുഴിച്ച് സാമ്പാറിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. അധികം വൈകാതെ തന്നെ നമ്മുടെ സാമ്പാറും എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിച്ചു തുടങ്ങാം. ബാക്കി ഓരോന്ന് അവരെ വഴിക്ക് വന്നോളും. അങ്ങനെ ഫുഡ് കഴിച്ചു തുടങ്ങിയപ്പോഴത്തേക്ക് അച്ചാറും കാളനും പുളിഞ്ചിയും ഒക്കെ എത്തി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് നക്ഷുവിനെ കൊണ്ടുവരാതെ വന്നത് നന്നായി. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.